സമസ്തക്കെതിരിൽ വല്ലതും പറയുമ്പോൾ അതിന് ചിലപ്പോൾ പലരും ഉപയോഗപ്പെടുത്താനും അല്ലെങ്കിൽ പലരും അതിന് വേണ്ടി ഇറക്കാനൊക്കെ പലരും ശ്രമിച്ചു. അതിന് പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കും. അപ്പോൾ അതിലൊന്നും നമ്മൾ കുടുങ്ങിപ്പോകരുത്. നമ്മളെ റൂട്ടിൽ കൂടി പോയാൽ മതി. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, ഒന്നും ഇവിടെ സമസ്തക്ക് ഒന്നും ബാധിക്കില്ല, സമസ്തക്ക് ഒരു ബാധിക്കില്ല. അപ്പം പിന്നെ സമസ്തയുള്ള ജമിയത്തുലമയെ അതിനെ ഇല്ലാതെയാക്കാനോ, നമ്മൾ സമസ്തയുള്ള ജമിയത്തുലമൻ്റെ ആളുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമസ്തയുള്ള ജമിയത്തുലമയ്ക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടവർ. സമസ്തയുള്ള ജമിയത്തുലമയുടെ ഉയർച്ചയാണ് നമ്മുടെ ലക്ഷ്യം. സമസ്തയുള്ള ജമിയത്തുലമയുടെ വളർച്ചയാണ് നമ്മുടെ ലക്ഷ്യം. സമസ്തയുള്ള ജമിയത്തുലമ അത് ഈ ലോകത്തൊക്കെ അറിയപ്പെട്ട ഒരു സംഘടനയായി മാറണം, ഇത് നമ്മുടെ ലക്ഷ്യമാണ്. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലൊക്കെ ഈ സംഘടന സംബന്ധിച്ച് നമ്മൾ പരിചയപ്പെടുത്തണം. അതിനെന്ത് വേണം? ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിമർശനങ്ങളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ സംഘടനക്കെതിരിൽ ഇതിനെ സ്നേഹിക്കുന്നതാവുന്ന ഇവിടുത്തെ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഉമറാക്കന്മാർ, അവരൊക്കെ തിരിച്ചു വീഴുന്നതായ പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടാവരുത്. അത് ഒരിക്കലും ഒരു ഭൂഷണമായ സംഗതിയല്ല. നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ കഴിയുമല്ലോ. നമുക്ക് പലരതിൻ്റെ ഇതിലും പിന്നെ തിരിച്ചുവിടാനും അതിനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിക്കുന്ന പണിയൊക്കെ ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയുമല്ലോ. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സ്വഭാവം അതല്ല. നമുക്കൊരു സ്റ്റേറ്റ് ആവുന്ന ഒരു റൂട്ടുണ്ട്, മുസ്തഖീമായ ഒരു തെരിയ. ആ തെരിയക്കിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വിശുദ്ധമായ ഒരു നെയ്യത്തിൻ്റെ മേലിൽ സംഘടിപ്പിക്കപ്പെട്ട സംഘടനയാണ്. അപ്പം ആ വിശുദ്ധ നെയ്യത്ത് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പം അതിനക്ക് കോട്ടം വരുത്തുന്ന ഒരു പ്രവൃത്തിയും സമസ്തയുള്ള ജമിയത്തുലമയോ അല്ലെങ്കിൽ അതിൻ്റെ പോഷക സംഘടനകളുമായോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. അതുണ്ടാവുക എന്നുള്ളത് ഒരു ഭൂഷണമല്ല, അതൊരു നല്ല സംഗതിയല്ല. മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ അവർക്കുള്ളതായ അവരുടെ കുരുത്തക്കേടിന് നമ്മളെന്താവും പാത്രീഭൂതരം. അപ്പം അത് ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ഇത് ഈ സംഘടന അതിൻ്റെ ആ മഹാന്മാർ കാണിച്ചു തന്ന റൂട്ടിൽ കൂടി തന്നെയാണ് ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു വ്യത്യാസമില്ല. അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഇതിനെതിരിലായിക്കൊണ്ടിട്ട് അവരെ പിന്നെ തിരിച്ചുവിടാനോ അല്ലെങ്കിൽ ഇതിനെതിരിലായിക്കൊണ്ട് ശബ്ദിക്കാനോ അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കാനോ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ഒരിക്കലും അത് വിലപ്പോകുന്നതല്ല. ആ പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തട്ടിക്കളയുക തന്നെ ചെയ്യും. അതെല്ലാം അതറിയിക്കുന്നതായ എല്ലാ അവജ്ഞയോടുകൂടിയും നമുക്ക് അതിനൊക്കെ തള്ളിക്കളയാം. നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ സംസാരങ്ങൾ അത് വളരെ ശരിയായ റൂട്ടിലാവണം. നമ്മൾ സംസാരങ്ങളിൽ എപ്പോഴും വിദൂരമായ ഒരു അർത്ഥം പോലും മറ്റൊരുത്തനിക്ക് വേദന വരുന്ന നിലക്കുള്ള അർത്ഥം വരുന്ന വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ ആരെയും ആക്ഷേപിക്കാൻ പോകുമ്പോൾ നമുക്ക് ആക്ഷേപിക്കേണ്ട ആവശ്യം നമ്മളെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ആക്ഷേപിക്കുന്നതിന് മറ്റൊരുത്തർ അല്ലെങ്കിൽ ഇവിടുത്തെ ഉമറാഹിനെ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഇവിടുത്തെ ഉമറാഹ് എന്ന് പറഞ്ഞാൽ അത് ധനമുള്ളവരാവട്ടെ ധനമില്ലാത്തവരാവട്ടെ, നാട്ടിൽ ഒരു നേതൃത്വ സ്വഭാവത്തിന് പറ്റുന്ന ആളുകളൊക്കെ ഉമറാക്കന്മാരാണ്. അത് ഏത് ജാതി ആളുകളാണെങ്കിൽ. അപ്പം അവരൊക്കെ സംഘടനക്കെതിരിൽ തിരിച്ചുവിടാൻ പറ്റുന്ന നിലക്കുള്ളതായ പ്രസംഗങ്ങളോ അങ്ങനത്തെ എഴുത്തുകളൊന്നും ആരിൽ നിന്നും ഉണ്ടാവരുത്. അത് നല്ല സംഗതിയല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഈ പണ്ഡിതന്മാർ സമസ്തയുള്ള ജമിയത്തുലമയുടെ പോഷക സംഘടനയായ റേഞ്ച് ജമിയത്തുലമ, ആ ജമിയത്തുൽ മുഅല്ലിമീനക്ക് നേതൃത്വം നൽകാനുള്ള ആളുകളാണ് ഇവർ. അതിൻ്റെ കൗൺസിലിൽ നിന്ന് വളരെ പിന്നെ അവർക്കുള്ള നിയമങ്ങളും ചട്ടങ്ങളൊക്കെ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഈ നേതാക്കന്മാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ നയിക്കുന്നതായ ഈ സംഘടന നല്ല നിലക്ക് നയിച്ചുകൊണ്ടുപോകാനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു നൽകട്ടെ. എല്ലാ ഷർറുകളിൽ നിന്നും അവരെ നമ്മളൊക്കെ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.
അവർക്ക് ഇതിന് നേതൃത്വം നൽകുന്ന ആ നേതൃത്വത്തിന് അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അതിനെതിൽ വരുന്നതായ സർവ്വ ദുശക്തികളുടെ ഷറുകൾ തൊട്ടും അള്ളാഹു അവരെയും നമ്മളൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിൻ്റെ പോഷക സംഘടനകളെയും എതിർക്കാനോ അതിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരായി കൊണ്ട് ജനഹൃദയങ്ങളെ തിരിച്ചുവിടാനോ ആരും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ അതിനെ തീർച്ചയായിട്ടും പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. ആ നിലക്ക് ശക്തമായ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ. അപ്പം ആരും മറ്റൊരാൾക്ക് അവരെ വികാരങ്ങൾ ഇളകി പുറപ്പെടുവിക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ ആരിൽ നിന്നുണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ വാക്കുകളും നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ എപ്പോഴും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വിദൂരമായ ഒരു അർത്ഥം തന്നെ വരാൻ പറ്റണ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വിശുദ്ധമായ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതെനിക്ക് വിശുദ്ധ ദീനിൻ്റെ നിലനിൽപ്പാണ് നമ്മുടെ ലക്ഷ്യം. ആ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കപ്പെട്ട ആ ദീൻ, അത് 23 വർഷ കാലഘട്ടത്തിനുള്ളിലായിട്ട് ഖിയാമത്ത് വരെയുള്ള എല്ലാ സംഭവ വികാസങ്ങളിലേക്കും വിരൽ ചൂണ്ടിയുമുണ്ട്. അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വ്യക്തമായി പ്രതിപാദിച്ചു കൊണ്ടിട്ടോ അല്ലെങ്കിൽ വ്യംഗ്യമായോ സൂചനപരമായോ ഒക്കെ അതിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിശുദ്ധമായ ദീനിനെ ഇവിടെ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയാൻ കാരണം. അതായത് ഈ വിശുദ്ധ ദീനിൽ ഇനി വേറൊന്നും ആരും കടത്തിക്കൂട്ടേണ്ട ആവശ്യമില്ല. ഇത് ഒരു പൂർണ്ണമായ ആശയങ്ങളാണ്, വളരെ വിശുദ്ധമായ ആശയങ്ങളാണ്, സത്യസന്ധമായ ആശയങ്ങളാണ്, വളരെ നീതിപൂർവമുള്ള ആശയങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചു. തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദില. ഇത് വളരെ സാദിഖത്താവുന്നതായ ആശയങ്ങളാണ്, വളരെ നീതിപൂർവമുള്ള ആശയങ്ങളാണ്, ഇത് പൂർണ്ണമായ ആശയങ്ങളാണ്. അത് വിവരിച്ചു കൊടുക്കേണ്ട മൈക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനാവുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിച്ച ആ ശരീഅത്തിന് അത് മഹാന്മാരാവുന്നതായ സ്വഹാബത്തിനേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതരിപ്പിച്ചു. ആ സഹാബത്ത് അതിൽ വ്യക്തമായി പറയപ്പെട്ടതിന് അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അതൊരു മുജിത്തഹിദാവുന്ന ഒരു സഹാബിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇമാമിൻ്റെയോ ആവശ്യമില്ല. നേരെ മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലൊക്കെ വ്യക്തമായി പറയപ്പെടാത്തത് അല്ലെങ്കിൽ ഏകകണ്ഠമായി പറയപ്പെടാത്തത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അങ്ങനത്തെ അഹ്കാമുകളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സഹാബത്തിൽ നിന്നുള്ള പലരും അന്ന് ജീവിച്ചിരുന്ന സഹാബത്തിൽ നിന്ന് മുജ്തഹിദീങ്ങളാവുന്ന പല സഹാബത്തിൻ്റെ അഭിപ്രായത്തിനോട് പിൻപറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള വഫാത്തിന് ശേഷം ചിലർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹബാണ് സ്വീകരിച്ചത്. സഹാബത്തിൽ നിന്നുള്ള ചിലർ ഇത്തിഹാദിൻ്റെ ആ റുത്ബയിലേക്ക് എത്താത്ത സഹാബത്ത്, അവർ വ്യക്തമായി പറയപ്പെടാത്തത് വ്യംഗ്യമായോ സൂചനപരമായോ പറയപ്പെട്ട ആയാത്തുകൾ ഹദീസുകളാണെങ്കിൽ
അതിലേക്കുള്ളതായ അതിൻ്റെ വിഷയങ്ങൾ മഹാന്മാരാവുന്ന മുജ്തഹിദീങ്ങളാവുന്ന സഹാബത്ത് മനസ്സിലാക്കിയതനുസരിച്ച് അവർ എന്തായി സ്വീകരിച്ചു. അതാണ് ചിലർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റി എന്ന് പറഞ്ഞു, ചിലർ ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ് പിൻപറ്റി, ചിലത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, ചില അലി കാരണം ഇവരൊക്കെ മുജ്തഹിദീങ്ങളായിരുന്നു. ചില അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് വലിയ പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ, അവരെയാണ് ചിലരെയും പറ്റി. ചില അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളൊപ്പം കൂടി, ചിലർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളൊപ്പം. ഈ ഒരു അവസ്ഥ സഹാബത്തിൽ മാത്രമല്ല, സഹാബത്തിൻ്റെ ശേഷം താബിഈങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 4 മദ്ഹബുകൾ മഹാന്മാരാവുന്ന അയിമ്മത്ത് അവർ എല്ലാ വിഷയങ്ങളിലേക്കും ഇറങ്ങി അവ്യക്തമായി പറയപ്പെട്ടതിനെ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ വ്യക്തതയിലേക്ക് അവർ കടന്നു വന്നു. അവർക്കൊക്കെ ഓരോ പ്രത്യേകമാവുന്ന അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിനെ രേഖയാക്കിക്കൊണ്ട് ചിലർ ചില അഭിപ്രായങ്ങളെ എന്താക്കി പ്രബലാക്കി. അങ്ങനെ അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളാവുന്ന ഈ 4 ആളുകൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടായി. ആ അഭിപ്രായങ്ങളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ വിശുദ്ധമായ ഈ ദീൻ, അതിനെ മനസ്സിലാക്കാൻ ആവശ്യമാവുന്ന ഈ ദീനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ യഥാർത്ഥ ദീൻ, അതിനെ മനസ്സിലാക്കാൻ ആവശ്യമുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല അവരെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ മഹാന്മാരാവുന്ന അയിമ്മത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മഹാന്മാരാവുന്ന ആ സിൽസില പരിശോധിച്ച് നോക്കിയാൽ അതിലുള്ള ഓരോ ഉസ്താദന്മാരെ സംബന്ധിച്ച് ഒരാളല്ല, പല ആളുകളും അവരെ ചരിത്രം, അവരെ ചെറുപ്പകാലം മുതൽ പ്രസവിക്കപ്പെട്ടോളം മുതൽ വഫാത്ത് വരെയുള്ള ആ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പം അത്ര കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ദീനിൻ്റെ അതിൻ്റെ വാഹകരാവുന്ന ആളുകൾക്കുള്ള അവരുടെ സ്വഭാവ ഗുണങ്ങളും അവരെ സംബന്ധിച്ച് ആക്ഷേപിക്കപ്പെടുന്നവരുണ്ടെങ്കിൽ അവൻ ആക്ഷേപിക്കപ്പെട്ടവനാണ്, സ്വീകരിക്കാൻ പറ്റൂല. അതല്ലെങ്കിൽ അതിൽ പൊള്ളു പറയുന്നവരുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാൻ പറ്റൂല. ഇനി പൊള്ളു പറയുന്നുള്ള വല്ല തുഹമത്തുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ വരെ സ്വീകരിക്കുക. അങ്ങനല്ലേ മഹാന്മാരൊക്കെ മുമ്പ് മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണാധികാരികളിൽപ്പെട്ട മീസാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭരണം നടത്തിയിരുന്ന ഒരാൾ, അദ്ദേഹം ഒരു കവിയായിരുന്നു. അദ്ദേഹം ഒരു കവിതയിൽ അല അൽ അത്തൽ ഹസനാഹ അന്ന ഖലീലഹ ബി മീസാന യുസ്ഖ മിൻ റഹീഖിൻ വഹന്തമി വഇൻ ശിഅ്തു വന്നത്തിനി ദഹാഖീനു ഖറിയത്തിൻ വറഖാസത്തുൻ തഅസു അലാ ഗൈരി മിൻസമി വഇൻ കുത്തി നദ്മാൻ ഫബിൽ അക്ബർ ഇസ്ഖിനി വലാ തുസ്ഖിനി ബിൽ അസ്ഗരിൽ മുതസല്ലിമി ലഅല്ല അമീറൽ മുഅ്മിനീന യസൂഉഹു തനാദുമുനാ ഫിൽ ജൗസത്തിൽ മുതഹദ്ദിമി. അയാളൊരു കവി ആയതുകൊണ്ട് അയാൾ എഴുതിയതാണ്. മീസാൻ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കാമുകനിക്ക് ആ സുന്ദരിയാവുന്നതായ യുവതിക്ക് വിവരം കിട്ടിയിട്ടില്ലേ, അയാൾക്ക് കള്ളു പിടിപ്പിക്കപ്പെടുന്നുണ്ട്. നാട്ടിലുള്ള ദഹാഖീനു കറിയത്തിനും ആ ഗ്രാമത്തിലുള്ള പ്രമുഖരൊക്കെ വന്ന് അയാളെ മുന്നിൽ നൃത്തം വെക്കും. നൃത്തം വെക്കുന്ന സ്ത്രീകളും നൃത്തം വെക്കും. അതുകൊണ്ട് നീ എനിക്ക് കള്ളു കുടിപ്പിക്കുകയാണെങ്കിൽ പെണ്ണെ ആ വലിയ പാത്രത്തിൽ കുടിപ്പിച്ചോ, ആ പൊട്ടിപ്പൊളിഞ്ഞ ചെറിയ പാത്രത്തിൽ കുടിപ്പിക്കണ്ട. വലാ തുസ്ഖിനി ബിൽ അസ്ഗരിൽ മുതസല്ലിമീൻ ലഅല്ല അമീറൽ മുഅ്മിനീന യസൂഉ തനാദുബുന ഫിൽ ജൗസത്തിൽ മുതഹദ്ദിമി. ഞാനും നീയുമായിട്ട് ഈ സുന്ദരമായ മാളികയിൽ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ കള്ളു പിടിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ അറിഞ്ഞാൽ മൂപ്പർക്കത് ദേഷ്യം പിടിക്കും. ഈ കവിത മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ലഭിക്കപ്പെട്ടു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അയാളെ വിളിപ്പിച്ചു. അയാളോട് പറഞ്ഞു, നീ ഈ സ്ഥാനത്ത് തുടരാൻ പറ്റൂല. അപ്പോൾ ഇയാൾ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഞാനങ്ങനെ ഈ പെണ്ണുമായി കള്ളു കുടിക്കുക അല്ലെങ്കിൽ അവളുമായിട്ട് ഒരു സുന്ദരമായ മണിമാളികയിൽ സുഖിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു കവിയായതുകൊണ്ട് എൻ്റെ കവിതയിൽ നിന്ന് ഉത്ഭൂതമായ ഏതാനും വരികളാണെന്ന്. എങ്ങനെയായാലും പറ്റൂല എന്ന് പറഞ്ഞു ഉമർ ഇബ്നു ഖത്താബ്.
അപ്പോൾ അങ്ങനെക്കാണ് വിശുദ്ധമാവുന്ന ഈ ദീനുമായി, അത് അധികാര രംഗത്താണെങ്കിലും, അതല്ല അതിൻ്റെ നേതൃത്വ രംഗത്താണെങ്കിലും, അതല്ല ഇതിൻ്റെ പ്രവർത്തന രംഗത്താണെങ്കിലും നിലകൊള്ളുന്ന ആളുകളെ പറ്റി അവർ വിശുദ്ധന്മാരായിരിക്കണം. അവരുടെ ചരിത്രങ്ങളൊക്കെ ആ നിലക്ക് ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തപ്പെടാനുള്ള കാരണം ഈ ദുനിയാവ് ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെ നിലനിൽക്കേണ്ടതാണ് ഈ വിശുദ്ധമായ ദീൻ. അപ്പോൾ ആ നിലക്ക് അതിനെ നിലനിർത്താൻ ആവശ്യമാവുന്ന സംവിധാനങ്ങളെപ്പറ്റി മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ അസാധ്യത്ത് അവരാലോചിച്ചു. അങ്ങനെ അവർ രൂപപ്പെടുത്തിയ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ ഈ സംഘടനയെ എല്ലാവരും അതിനെ നശിപ്പിക്കാൻ വേണ്ടി ആരും ശ്രദ്ധിക്കരുത്. അതിനെ സ്നേഹിക്കുന്നവർ, അതിനെ ബഹുമാനിക്കുന്നവർ, അതിനെ ആദരിക്കുന്നവർ, അതിനെ നമ്മൾ സ്നേഹിക്കണം, അതിനെ നമ്മൾ ആദരിക്കണം, അതിനെ നമ്മൾ ബഹുമാനിക്കണം. അത് നമ്മളോട് കൽപ്പിക്കപ്പെട്ടൊരു സംഗതിയാണ്. വമൻ ശാഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്നാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തഖ്വ എത്ര ഉണ്ട് എന്ന് അളക്കണമെങ്കിൽ ആ അളക്കാനുള്ള മാനദണ്ഡം അവനക്ക് വിശുദ്ധമായ ദീനിനോടും ദീനിൻ്റെ ഷിയാറുകളോടും എത്രമാത്രം ബഹുമാനം അവൻ്റെ ഹൃദയത്തിലുണ്ട് എന്നാണ് പരിശോധിക്കേണ്ടത്. അതാണല്ലോ ആയത്തിൻ്റെ താല്പര്യം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദീനിനോടും ദീനിൻ്റെ ഷിയാറുകളോടും എന്ത് വേണം? ആദരവ്, ബഹുമാനം ഉണ്ടാവണം. അത് അടിസ്ഥാനപരമായി ഒരു മുഅ്മിനിക്ക് ഉണ്ടാവേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചത് തന്നെ വമൻ യുഅസിം ശാഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അപ്പോൾ തഖ്വയിൽ നിന്ന് ഉത്ഭൂതമാവുന്ന സ്വഭാവ ഗുണങ്ങളാവണം നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. അപ്പോൾ ദീനിൻ്റെ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ സംഘടന. മഹാന്മാരാവുന്ന നമ്മളൊക്കെ പറയുന്നത് പോലെ തന്നെ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ഔലിയാ അമ്പിയാക്കന്മാരിൽ നിന്നും വിലായത്തിനെയാണ് അവരൊക്കെ ഇസ്തിഫാത്ത് ചെയ്തത് എന്ന് പറയലുണ്ടല്ലോ. കാരണം നുബുവത്തിൻ്റെ ഭാഗത്തിന് പരിശോധിച്ച് നോക്കിയാൽ അത് വിലായത്താണെന്നാണ്. അപ്പോൾ അമ്പിയാക്കന്മാരിൽ നിന്നും പണ്ഡിതന്മാർ ഇസ്തിഫാത്ത് ചെയ്യേണ്ടത്, അവർ സമ്പാദിക്കേണ്ടത് വിലായത്തിനെയാണ്. അപ്പം പൂർണ്ണമായി അമ്പിയാക്കന്മാരിൽ നിന്ന് വിലായത്തിൻ്റെ ഇസ്തിഫാത്ത് ചെയ്തവരാണ് ഉലമാ എന്നുള്ളത്. അവരാണ് അൽ ഉലമാവ് വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞാൽ, ആ ഉലമാവ് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരിൽ നിന്നും അമ്പിയാക്കന്മാരുടെ നുബുവത്തിൻ്റെ ബാത്തിനിയാവുന്ന സ്വഭാവമാണ് വിലായത്ത്. ആ വിലായത്തിനെ ഇസ്തിഫാത്ത് ചെയ്ത ആലിമീങ്ങൾ, അവരാണ് അമ്പിയാക്കന്മാരുടെ വാരിത്യങ്ങൾ. അപ്പം ആ നിലക്ക് വിലായത്തിനെ ഇസ്തിഫാത്ത് ചെയ്ത് സമ്പാദിച്ച ആളുകളായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് ഇവിടെ സ്ഥാപിച്ചവർ. അതിനു വേണ്ടി നേതൃത്വം നൽകിയതായ നമ്മുടെ മുൻഗാമികളൊക്കെ. അത് പൂർണ്ണമായ വിലായത്തിൻ്റെ സ്വഭാവം എന്നല്ല, ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. മഹാനാവുന്ന തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ പറഞ്ഞതുപോലെ സുമ്മ തഖ്തലിഫുൽ മഖാമാത്ത് എന്ന അള്ളാഹുവിൻ്റെ ഔലിയാ അവർക്കുള്ളതായ പദവികൾക്ക് വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും ഒരേ ദർജയിലായിക്കോളുന്നില്ല. അത് അവരുള്ള ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവം അനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇസ്തിഖാമത്ത് എത്രമാത്രം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടോ അതനുസരിച്ച് ചിലർ ഉയർന്ന ദർജയിലായിരിക്കും, ചിലർ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, അവരതിൻ്റെ താഴെയുള്ള ദർജയിലായിരിക്കുന്ന ഒമിൻ ഫയരിഫു ഫയരിഫുൽ ഖദിറ ഒമാ ഹുവ അസ്ലുഹു. ഒരു സാധനം കണ്ടാൽ അത് വൃത്തികെട്ട സാധനമാണെന്നും അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയും. ചില ആളുകൾ അത്ര തന്നെ എത്തിയിട്ടുണ്ടാവില്ല, അവർക്ക് സാധനം കണ്ടാൽ വൃത്തികെട്ട സാധനമാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ അത് വൃത്തികേടാവാനുള്ള സംഗതി എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. ഒരു ചായ കണ്ടാൽ ആ ചായയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതായ ഒരു എഴുത്തുണ്ട്. വിശുദ്ധ ലൗഹിലുള്ള അതിൻ്റെ ഒരു പതിപ്പ് ഈ ചായയിലുണ്ടാവും. ഈ ചായനെ പറ്റിയുള്ള വിവരവും എവിടെ ഉണ്ടാവും? ലൗഹിൽ മഹ്ഫൂദിലുണ്ടാവും. അപ്പം ഈ ചായ കണ്ടാൽ ഈ ചായയിൽ അല്ലാഹു രേഖപ്പെടുത്തിയ രേഖകളുണ്ടാവും. ഈ ചായ ഹറാമായ ചായയാണ്, കുടിക്കൽ ഹറാമാണ്, അല്ലെങ്കിൽ ഈ ചായ കുടിക്കൽ കറാഹത്താണ്, അല്ലെങ്കിൽ ഇത് ഏതാണ്, ഇത് ഖിലാഫുൽ ഔലിയാണ് ഈ ചായ കുടിക്കൽ. അപ്പം ചിലർക്ക് അത് മനസ്സിലാവും, ഇത് ഹറാമാണെന്നോ അല്ലെങ്കിൽ ഈ ചായ കുടിക്കൽ കറാഹത്താണെന്നോ അല്ലെങ്കിൽ ഖിലാഫുൽ ഔലിയാണെന്നൊക്കെ മനസ്സിലാവും. പക്ഷേ ഹറാമാവലിനിക്കുള്ള കാരണം എന്താണെന്നുള്ളത് ചിലർക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇത് കറാഹത്താവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായിക്കോളുന്നില്ല, അല്ലെങ്കിൽ ഇത് ഖിലാഫുൽ ഔലിയാവാനുള്ള കാരണം എന്താണെന്ന് ചിലർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ചിലർക്ക് അതല്ല, ഇത് ഹറാമാണെന്ന് മനസ്സിലാവും, ഹറാമാവാനുള്ള കാരണം മനസ്സിലാവും, അല്ലെങ്കിൽ ഇത് കറാഹത്താണ് കുടിക്കലെന്ന് മനസ്സിലാവും, ഇതിനെ കറാഹത്താവാനുള്ള കാരണം മനസ്സിലാവും.
അല്ലെങ്കിൽ ഇത് ഖിലാഫുൽ ഔലിയാണെന്ന് മനസ്സിലാവും. ഖിലാഫുൽ ഔലിയ ആവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാവും. ഇതാണ് വിലായത്തിലെ അമ്പിയാക്കന്മാരിൽ നിന്നും ഇസ്തിഫാദത്ത് ചെയ്യപ്പെട്ടാൽ ആ ഇസ്തിഫാദത്ത് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ അതാണ്. ഒമിനും യഅരിഫു അന്ന ഹുനാക ഖദിറൻ വലാകിൻ ലാ യദ്രി മാ ഹുവ അസ്ലുഹു. ഒമിനും യഅരിഫു അന്ന ഹുനാക ഖദിറൻ വയദ്രി മാ ഹുവ അസ്ലുഹു. സാധനം മോശമാണെന്ന് അറിയാം, മോശമാവാനുള്ള കാരണം എന്താണെന്നും അറിയാം. അപ്പം ഈ നിലക്കുള്ള മഹാന്മാരായിരുന്നു നമ്മുടെ മുൻഗാമികളൊക്കെ. ഈ പ്രസ്ഥാനത്തിന് ഇവിടെ ഉണ്ടാക്കിയവരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതൊക്കെ നമ്മൾക്ക് അറിയാലോ. മഹാനാവുന്ന ശൈഖുനാ ശംസുല്ലമയെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നത് അവർ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ആളായിരുന്നു. അങ്ങനത്തെ പല അനുഭവങ്ങളും ഈ ഇരിക്കാൻ ഞങ്ങൾക്കൊക്കെ അറിയാം. അസ്ഗർ അലി ഫൈറിക്കറിയാം, ഹൈദർ അലി ഫൈസിക്കറിയാം, വാക്കോട് വലിയ കുട്ടി മുസ്ലിയാർക്കറിയാം, ഇവർക്കൊക്കെ അറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങളൊക്കെ പട്ടിക്കാട് ജാമിയ നൂരിയിലുള്ള കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇവർ പോകുന്ന പിറ്റേ കൊല്ലമായിരിക്കും. ഞാനൊക്കെ അവിടെ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഇവരെല്ലാവരും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇവരൊക്കെ പോകുന്ന പിറ്റത്തെ കൊല്ലത്തിൽ ഒരുത്തനോട് അവൻ്റെ ഹൃദയത്തിൽ ഈമാനില്ല എന്ന് മൂപ്പര് വിളിച്ചു പറഞ്ഞല്ലോ, നിൻ്റെ ഹൃദയത്തിൽ ഈമാനില്ല, നീ ഇപ്പം പോണം വിടുന്നു. അതിനെ ഉച്ചക്കവൻ ഭക്ഷണം കഴിച്ച് വരുമ്പോഴാണ് അവൻ്റെ കൂടെ വേറെ രണ്ടാളുകളുണ്ട്. ഒരാളൊന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, രണ്ടാളും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരാൾ വെള്ളിമുക്കിലുള്ള മൊയ്തീ കുട്ടി മുസ്ലിയായിരുന്നാണ്, പാലമടത്തിൽ മൊയ്തീ കുട്ടി മുസ്ലിം, കുറ്റിപ്പുറം ദർസ് നടത്തിയിലാണ്. മൂപ്പര ആ സംഭവത്തിനിക്ക് നേരെ സാക്ഷിയാണ്. ഇവർ മൂന്നാളുടെയാണ് ഭക്ഷണം കഴിച്ച് വരുന്നത്. അതിന് നടുക്കിലുള്ള അവനെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പം ഇവിടുന്ന് പോകണം, എൻ്റെ ഹൃദയത്തിൽ ഈമാനില്ല. അങ്ങനെ അവനോടൊന്ന് പുറത്താക്കി. അപ്പോൾ അന്ന് മഹാന്മാരാവുന്ന ഉസ്താദന്മാരും കോളേജ് കമ്മിറ്റിൻ്റെ ആളുകളൊക്കെ വന്ന് പറഞ്ഞു മൂപ്പരോട്, ഇവനെ തിരിച്ചെടുക്കണം, ഇവൻ നല്ല മനുഷ്യരാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞ മറുപടി എന്നാറിയോ, തിരിച്ചിവിടെ എടുക്കാൻ പറ്റില്ല, നിങ്ങളെ വീട്ടിൽ വേണമെങ്കിൽ കൊണ്ടുപോയി, ഇവിടെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ വേണോ അതല്ല അവരാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, അവൻ പോയിക്കോട്ടെ, നിങ്ങൾ വേണമെന്ന് പറഞ്ഞു. ആ മൂപ്പരോടെ നിന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോളേജിൻ്റെ മുന്നിൽ വന്ന് ഒരു ജീപ്പിൽ കയറി അവിടുന്ന് സുവിശേഷ പ്രസംഗം നടത്തുകയാണ്. അപ്പോൾ ശൈഖുനാനോട് ആലോചിച്ചത് പറഞ്ഞു, ഇതാ അന്ന് പുറത്താക്കിയ ഇവനെന്തവിടെ സുവിശേഷ പ്രസംഗം നടത്തും. അപ്പോൾ ശൈഖുന പറഞ്ഞു, അത് എന്നോടല്ലടോ പറയേണ്ടത്, എനിക്കത് അറിയാം, അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ ഞാന്നല്ലേ ഞാൻ പറഞ്ഞ്, അത് അറിയാത്ത ആളുകൾക്ക് പോയി പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം അതാണ് നമ്മുടെ മഹാന്മാരാവുന്ന ശൈഖുന ശംസുലുമ്മയും മഹാനാവുന്ന കണ്ണിയത്ത് ഉസ്താദ്, കോട്ടൂർ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരൊക്കെ അങ്ങനെ, അവരൊക്കെ മുത്തഖീങ്ങളാണ്. അപ്പോൾ ആ നിലക്ക് അമ്പിയാക്കന്മാരിൽ നിന്ന് ശരിയായ വിലായത്തിൻ്റെ സ്വഭാവം അതാണ് ഇസ്തിഖാമത്ത്. ആ ഇസ്തിഖാമത്ത് അതിൻ്റെ പൂർവ്വരൂപത്തിലുള്ളവരൊന്നിരിക്കൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ശ്രദ്ധിക്കാൻ കഴിയോ, ഇസ്തഖീമു വലം തുത്തീഖൂ എന്നല്ലേ, ആ സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ നിങ്ങൾക്ക് കഴിയൂല, പിന്നെ നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, കഴിയണമാതിരി ഉണ്ടാക്കുക എന്നാണ്. അപ്പം ആ നിലക്കുള്ളവരൊക്കെ അവർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നമ്മുടെ 100-ാം വാർഷികം അതൊരു ചരിത്ര സംഭവമാക്കണം. അത് ചരിത്ര സംഭവമാക്കി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഇസ്സത്ത് അത് ഇനിയും വർദ്ധിപ്പിക്കണം, ഒരുപാട് വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിക്കണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സമസ്തൻക്കെതിരിൽ വരുന്ന സർവ ദുശക്തികളുടെ എല്ലാ ശറുകളെ തൊട്ടും സമസ്തൻ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അൽഅദാഹ മിൻ കുല്ലി വിജ്ഹ വബിസ്മിക അൽഅളീം നർമീഹിം മിനൽ ബുഅദി ബിശ്ശതത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശറുന്നും അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾ ഈ സംഘടിപ്പിച്ചതായ സദസ്സിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഈ തെരഞ്ഞെടുപ്പിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ, അല്ലാഹുവിൻ്റെ ദീനാണ്, ആ ദീനിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ നല്ല നിയ്യത്തോടു കൂടി പ്രവർത്തിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും നമുക്കുണ്ടാവും, സൗകര്യങ്ങളുണ്ടാവും, അതിന് വേണ്ട എല്ലാ മാർഗങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരും. ആ നിലക്ക് ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ സന്നദ്ധരാവുക. അല്ലാഹു നമുക്കെല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള പോക്കാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളാരെങ്കിലും ആക്ഷേപിക്കുകയോ ആരെങ്കിലും തരം താഴ്ത്തുകയോ
ആരെങ്കിലും ചെറുതാക്കുകയൊന്നും സമസ്ത കേരള ജമിയത്തുലമയോ അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുലമൻ്റെ നേതാക്കന്മാരൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ സമസ്ത കേരള ജമിയത്തുലമയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചൊക്കെ അവർ പിന്നെ ആരെങ്കിലും ചെറുതാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോട് എതിരായി പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള പ്രവർത്തനങ്ങൾ പോലുള്ള പ്രചരണങ്ങൾ അതൊക്കെ ദുഷ്പ്രചരണങ്ങൾ മാത്രമാണ്. അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെയല്ലേ, ഒരു കഥ പറയാണ്ട് ഓരോരുത്തർക്കും അവരവരുടെ വാദങ്ങളും മറ്റും പിന്നെ ചിലവാകാൻ വേണ്ടി പല തന്ത്രങ്ങളും പലരും ഉപയോഗിക്കും. മുമ്പ് മദീനത്ത് ഒരു കച്ചവടക്കാരൻ വന്നു. അയാൾ ഇറാഖിൽ നിന്ന് വന്ന കച്ചവടക്കാരനാണ്. അയാൾ ഈ പെണ്ണുങ്ങളെ ഈ ഹിമാർ വിൽക്കാനാണ് വന്നത്. ഹിമാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? വസാത്തിറു റഹസി ഓൽ ഹിമാറുന്ന തല മറക്കണേക്ക് ഹിമാർ എന്ന് പറയുള്ളൂ. വാത്തിഫുൽ വജിഹി ഓൽ ഹിമാറു അതിൻ്റെ കൂടെ തലയും മുഖം മറക്കുന്നത് എന്ന് പറഞ്ഞവൻ ഓനെ കൈതേണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഹിമാറിനെ പറ്റി രണ്ട് അഭിപ്രായമാണുള്ളത്. അത് ഹിമാർ എന്ന് പറഞ്ഞാൽ തല മാത്രം മറക്കുന്നതിനാണോ ഹിമാർ എന്ന് പറയാം, അതല്ല തലയും മുഖം കൂടി മറക്കണേക്കാണോ ഹിമാർ എന്ന് പറയാം. അതിന് പ്രബലമായ അഭിപ്രായം തല മാത്രം മറക്കണേക്കാണ് ഹിമാർ എന്ന് പറയുന്നത്. അപ്പോൾ തല മാത്രം മറക്കണ സാധനമാണ് ഹിമാർ. അപ്പം നമ്മളിതിന് മുഖമക്കലെന്നോ മറ്റേ മക്കലെന്നൊക്കെ അർത്ഥം പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ള തഹ്ഖീഖ് അതാണ്. വേറൊരു അഭിപ്രായമുണ്ട്, തലയും മുഖം മറക്കണം അതാണ് ആത്തിഫുൽ വജിഹി എന്നാണ്. വസാത്തിറു റഹസി ഒൽ വജിഹി വജിഹിനും മറക്കണതാണ് ഹിമാർ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിൽ ഓൽ ഹിമാറു അവൻ കൈതേണെന്നാണ്. അപ്പോൾ ഏതായാലും ആവട്ടെ, ഞാനിപ്പോൾ അതിൻ്റെ ലോവിയായ വയസ്സിലേക്ക് കടക്കല്ല. നിങ്ങൾക്കൊരു ചെറിയൊരു ലോവിയായ വയസ്സുകളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു താല്പര്യം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അതൊക്കെ കിതാബ് ഓതി കൊടുക്കുമ്പോൾ പറയേണ്ട സംഗതികളാണ്. പിന്നെ അതിന് വേണമെങ്കിൽ ദർസ് വന്ന് കൂടിക്കോ. പിന്നെ അപ്പോൾ എന്താ ആവട്ടെ, അപ്പോൾ ഇയാൾ കച്ചവടത്തിൽ വന്നപ്പോൾ ഇയാൾ ഹിമാർ റേറ്റാണ് വന്നത്. എല്ലാ കളറിലുള്ള ഹിമാറുകളും കൊടുന്നിരുന്നു. അപ്പോൾ എല്ലാ ഹിമാറുകൾ കൊടുന്നപ്പോൾ എല്ലാം ചിലവായി, കറുത്തത് അവിടെ ബാക്കിയായി. അപ്പം കറുത്തത് മാത്രം ബാക്കിയായപ്പോൾ ഇയാളാണെങ്കിൽ ഇത് രണ്ടാമത് അങ്ങോട്ട് ബസ്രയിലേക്ക് ചുമന്നു കൊണ്ടുപോകുക എന്നുള്ളത് വലിയ പ്രയാസം. അപ്പം ഇയാൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ മദീനത്ത് കൂടിയ ഇമാം ദാരിമി തങ്ങളാണെന്നാണ് എൻ്റെ ഓർമ്മ. മൂപ്പര് കയ്യിലെ കടന്നു പോയപ്പോൾ ചോദിച്ചു, എന്തോട് വെച്ച് ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കണമെന്ന്. ഒന്നുമില്ല, ഞാൻ കൊടുത്ത ഹിമാറുകളൊക്കെ ചിലവായി, കറുപ്പ് മാത്രം അവിടെ ബാക്കിയായി. ഞാൻ അത് വിൽക്കാൻ വേണ്ടി കഴിയണില്ല. അപ്പം ഇയാൾ പറഞ്ഞു, അതിന് ഞാനൊരു തന്ത്രം പറഞ്ഞുതരാം. അപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഓരോ സംഗതികളും ചിലവാകാൻ ചിലപ്പോൾ പല തന്ത്രങ്ങളും വേണ്ടി വരും. അപ്പോൾ ഒരു തന്ത്രം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് വെച്ചു, അതിനൊരു 3 വരി ബെയ്ത്തുണ്ട്, പാട്ടുണ്ട്, അത് പാടിയാൽ മതി. നാളെ മദീനത്ത് ഈ പെണ്ണുങ്ങളൊക്കെ വരുന്ന അസർക്ക് വരും. അപ്പോൾ ആ സമയത്ത് ഈ പാട്ട് പാടിയാൽ മതി. അപ്പോൾ പെണ്ണുങ്ങൾ ഇത് ചിലവാകുന്നത് മാത്രമല്ല ഇനി ഉണ്ടാകുന്ന ചോദിച്ചുകൊണ്ട് വരും. അപ്പോൾ എന്താ ഈ പാട്ട് ചോദിച്ചു. അപ്പോൾ ഈ ബെയ്ത്ത് പറഞ്ഞു കൊടുത്തു, കൊല്ലിൽ മലിയഹത്തി ഫിൽ ഹിമാരിൽ അസ്വദി മാതാ ഫഅൽതി ബി നാസിക്കിൻ മുതഅബ്ബിദി ഖദ്കാന ശമ്മറ ലിസ്വലാത്തി സിയാബഹു ഹത്താ വഖഫ്തി ലഹു ഇൻദ ബാബിൽ മസ്ജിദി ലാ തഖ്തുലീഹി ബിഹഖി ദീനി മുഹമ്മദി റുദ്ദി അലൈഹി സ്വലാത്തഹു വസിയാമഹു ലാ തഖ്തുലീഹി ബിഹഖി ദീനി മുഹമ്മദി. ആ സുന്ദരമായ പെണ്ണുണ്ടല്ലോ, കറുത്ത ഈ ഹിമാർ അണിഞ്ഞുകൊണ്ട് നിൽക്കണം, അവളോട് പറയും, ആ ഇബാദത്ത് ചെയ്യണ ആ നല്ല മനുഷ്യൻ എന്തിനു ഫിത്തിനാക്കാൻ പോയി? അയാൾ ഇബാദത്തിന് വേണ്ടി ഒരുങ്ങി പള്ളീൻ്റെ അവിടെ ചെന്നപ്പോൾ പള്ളീൻ്റെ വാതിലിലൊക്കെ പോയിരുന്നു അയാളെ സ്വീപ്പാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് റുദ്ദി അലിഹി സ്വലാത്തഹു സിയാമോ, അയാളെ നോമ്പും അയാളെ നിൽക്കാനൊക്കെ വിട്ടാൾ. ലാ തഖ്തുലീഹി ബിഹഖി ദീനി മുഹമ്മദി, റസൂലുള്ളാഹിൻ്റെ ദീനിൻ്റെ ഹക്ക് കൊണ്ട് അയാളെ കൊല്ലാൻ പോകണ്ടെന്ന്, പ്രേമം കൊണ്ട് കൊല്ലാൻ പോകണ്ടെന്ന്. അപ്പം ഇയാൾ പിറ്റേന്ന് ആ പെണ്ണുങ്ങളൊക്കെ കച്ചവടത്തിന് വന്ന സമയത്ത് ഈ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ കുല്ലിൽ മരിഹത്തി ഫിൽ ഹിമാരിൽ അസ്വദി എന്ന കറുത്ത ഹിമാർ ഇട്ടുകൊണ്ട് നിൽക്കണ ആ സുന്ദരിയായ പെണ്ണിനോട് പറയും, ഇത് ചെയ്യണം എന്നേക്കുള്ള വഴികളൊക്കെ ഉണ്ടാകാതെ അവസാനിപ്പിച്ചാൽ. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും ചോദിച്ചു, ഇയാളോട് കറുപ്പുണ്ടോ എന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞ ഒരു കെട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് മുഴുവൻ വിറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ അയാളോട് പിന്നെയും ഇങ്ങനെ ആൾക്കാർ വരില്ലേ പെണ്ണുങ്ങൾ കറുത്ത ഹിമാർ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പോൾ കൊടുന്നത് കഴിഞ്ഞിരിക്കണ്. പണ്ട് നമ്മളവിടെ ഒരു കഥ അറിയാനുണ്ട്. പണ്ട് ഈ ആളുകളൊക്കെ ഈ ചുവന്ന തുണി എടുക്കുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ ഈ പഴയ വയസ്സന്മാരൊക്കെ ആ ചുവന്ന തുണി അവസാനിച്ച ഒരു കാലഘട്ടത്തിലാണ് അന്ന് ഞങ്ങളെ തയ്യാറുകൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങളെ ചെറുമുക്കെന്നൊക്കെ വന്ന് പണ്ട് അവിടെ സ്ഥലം നമ്മളിപ്പോൾ താമസിക്കുന്നതല്ല, അവിടെ നിന്ന് അന്ന് സാധനത്തിന് പോലെ. അപ്പോൾ തെയ്യാനൊക്കെ പോകണവിടെ എല്ലാവരും കാണുമ്പോൾ ഒരു കാക്കുണ്ട് ചുവന്ന തുണി ഇരിക്കണേ. അയാൾ പറയും, ചെട്ടിയാരെ വീട്ടിൽ ചുവന്ന തുണി ഉണ്ടാകുന്ന ചോദിച്ചു പോകാം.
അപ്പോൾ എല്ലാവരും ചെട്ടിയാരോട് ചെന്ന് ചോദിച്ചു ചുവന്ന തുണി ഉണ്ടോ, ചുവന്ന തുണി ഉണ്ടോ. അന്ന് ചുവന്ന തുണീൻ്റെ കാലം കഴിഞ്ഞ കാലമാണ്. അപ്പോൾ ചെട്ടിയാർക്ക് തോന്നി എല്ലാവരും ചുവന്ന തുണി ചോദിക്കുന്നുണ്ടല്ലോ, ഏതായാലും ചുവന്ന തുണി ഒന്ന് കൊടുത്തു കൊടുക്കാം. അപ്പം മൂപ്പരെന്താക്കിയെന്നൊരു 2 കെട്ട് ചുവന്ന തുണി കൊടുക്കുന്നു. സാധാരണ ഇയാൾ പറഞ്ഞ ഈ ചുവന്ന തുണിക്ക് ആവശ്യമുള്ളൊരു ആൾ ഈ കാക്ക പറഞ്ഞയച്ചപ്പോൾ ഒരാൾ ഇന്ന് ചുവന്ന തുണി ഉണ്ടോ ചോദിച്ച് ചുവന്ന തുണി വന്നിക്കണം അവിടെയൊക്കെ പറഞ്ഞേക്കുന്നത് തന്നെ. ഒരു തുണി ചിലവായിട്ടുള്ളൂ, പിന്നെ ചിലവായിട്ടില്ല. അപ്പോൾ സാധനങ്ങൾ എന്നതുപോലെ ഇയാൾ പിന്നെ കുറേ കറുത്തത് വരുത്തിയെന്നാണ്, ഒന്നും ചിലവായില്ല. അപ്പോൾ എന്നതുപോലെ ഉള്ളത് ചിലവാകാൻ ചില മാർഗങ്ങളുണ്ട്. അത് കണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ചിലവാകും എന്നല്ല പറയണത്. അപ്പം ചിലവാകാൻ ചില മാർഗങ്ങൾ പലരും ഉപയോഗിക്കും. അത് ഒരു ബിസിനസ്സിൻ്റെ ഒക്കെ ഒരു ഇതാണല്ലോ. ബിസിനസ്സിന് ഇപ്പോൾ നമ്മൾ ചില ആളുകളെ കൊടുത്തുകൊണ്ട് അവിടെ പരസ്യം ചെയ്യിപ്പിക്കേണ്ടിയില്ലേ. ഇപ്പം എന്നോടൊക്കെ പലരും നിങ്ങളൊരു ഇത് വേണം, എന്തിനാ വെച്ചാൽ പിരിവിന് വേണ്ടിയാണ്. ഞാൻ പറയും പൊന്നാ ചങ്ങായിമാരെ, ഞാൻ പറഞ്ഞിട്ട് ആരെയും തരുമോ? ഇനിയിപ്പോൾ തരിക നോക്കി അതൊക്കെ ഒരു മോഡലുകളിൽ ഉപയോഗിക്കണം വായിക്കണം നമ്മളെ കൊണ്ട് കാണുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ചിലത് ചിലവാകാനോ ചിലത് കിട്ടാനോ ഒക്കെ പലതും വേണ്ടി വരും. അപ്പോൾ എന്നതുപോലെ സമസ്തക്കെതിരിൽ വല്ലതും പറയുമ്പോൾ അതിന് ചിലപ്പോൾ പലരും ഉപയോഗപ്പെടുത്താനും അല്ലെങ്കിൽ പലരെയും അതിന് വേണ്ടി ഇറക്കാനൊക്കെ പലരും ശ്രമിച്ചു. അതിന് പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കും. അപ്പോൾ അതിലൊന്നും നമ്മൾ മുടുങ്ങിപ്പോകരുത്. നമ്മളെ റൂട്ടിൽ കൂടി പോയാൽ മതി. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, ഒന്നും ഇവിടെ സമസ്തക്കൊന്നും ബാധിക്കില്ല, സമസ്തക്കൊരു ബാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, അതിൻ്റെ 14ഓളം വരുന്ന പോഷക സംഘടനകൾ, ഓരോ പോഷക സംഘടനകളുടെ ഇതൊക്കെ നമ്മൾ ശക്തിപ്പെടുത്തണം. അതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സദസ്സിനെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഇത് വളരെ പുണ്യമായ ദിവസങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ളത്. എല്ലാവരും ദുആ ചെയ്യുക. മഹാന്മാരായ സാദാത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്, അവരൊക്കെ ദുആ ചെയ്യും. എല്ലാവരും ദുആ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.